ഇന്നത്തെ യാത്ര നമ്മുടെ സുമതി വളവിലേക്കാണ്. ഈ പോകുന്നത് സുമതിയാണെന്ന് കരുതണ്ട, നമ്മൾ കൃത്രിമമായിട്ടുണ്ടാക്കിയ ഒരു സുമതിയാണ്. സുമതി എന്നോ സുമതിലേതെന്നോ എന്ത് വേണേലും വിളിക്കാം. പുതിയ യാത്രയാ, എവിടെയാക്കാന്ന് അറിയത്തില്ല. എവിടെ പോണെന്നൊരു പിടുത്തമില്ല. എന്തായാലും വണ്ടി നമുക്ക് കയറാം. അപ്പൊ ഇന്ന് എങ്ങും പോകാൻ പ്ലാൻ ഇല്ലാതിരുന്നപ്പോൾ നെടുമങ്ങാട് വരെ പോകാന്ന് കരുതി. അങ്ങനെ നെടുമങ്ങാട് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് സുമതി വളവിലൊന്ന് പോകാന്ന് കരുതുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം ദീപാവലിയുടെ ആഘോഷവും രാത്രി 10 മണിയൊക്കെ ആയി, എങ്കിലും നല്ല തിരക്കായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പോയിട്ട് തിരിച്ചു വന്ന സുമതി വളവിലോട്ട് പോയപ്പോഴത്തേന് ഫുള്ള് വിജനമായ അന്തരീക്ഷം, കൂരിരുട്ട്, അപ്പുറം ഇപ്പുറം എല്ലാം കാട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റയ്ക്കൊക്കെ വരുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പേടിക്കും. ആ പേടിക്കുന്നത് ചിലപ്പോൾ സുമതി ആകണമെന്നില്ല, സുമതി ഉണ്ടോയെന്ന് പോലും നമുക്കറിയത്തില്ല. ചിലപ്പം ആരെങ്കിലുമൊക്കെ അവിടെ നിൽക്കുന്നതായിരിക്കാം, ചിലപ്പോൾ വല്ല നിഴലായിരിക്കാം. ഇതൊക്കെ കണ്ടാണ് ഓരോരുത്തർ പേടിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിലും ഇപ്പോൾ അതൊരു കോമഡി പീസായ രീതിയിലാണ് പോകുന്നത്. കാരണം നമ്മൾ അവിടെ നിൽക്കാൻ നേരത്ത് തന്നെ ഇഷ്ടംപോലെ പേര് വരുന്നു, അവിടെ ഇറങ്ങി നിൽക്കുന്നു, സുമതിയേ സുമതിയേ എന്ന് വിളിച്ച് കളിയാക്കി സുമതിയെ ഇപ്പോൾ ഊക്കി ചാറെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സുമതി വളവിലെ കാര്യങ്ങൾ. നേരെ പണ്ടൊക്കെ വെച്ചാൽ ഭയങ്കരമായ നമ്മൾ പേടിച്ചിരുന്ന സുമതി വളവ് എന്ന് കേൾക്കുമ്പോൾ പേടി വന്നോണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ വരുന്നവരും പോകുന്നവരെല്ലാം ഇവിടെ സുമതി. ആരാണ് സുമതി വളവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മൾ പലവട്ടം വന്നപ്പോൾ പേടിക്കുന്ന പല കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ആണോ? സുമതി ആയിരുന്നോ അതോ വേറെ ആരെല്ലാണോ പേടിപ്പിച്ചേ? സുമതിയാണെന്നാണ് ഇവിടെ നാട്ടുകാരുടെ തന്നെ പറയുന്നത്. ശരിക്കും ആരാ പേടിപ്പിച്ചേ? സുമതി വന്നിപ്പോ ഒരു കോമഡി പീസ് ആയിരിക്കുക. സുമതിയെ പറ്റി എന്തൊക്കെ അഭിപ്രായം? സുമതി വളവ് വന്നിട്ട് സുമതി വളവോ? സുമതി വളവ് വന്നിട്ട് സുമതി 1500 രൂപയുടെ ഡീസലും 500 രൂപയുടെ ഫുഡും വേസ്റ്റ് ആയതല്ല. സുമതിയെ കണ്ടില്ല. നേരെ തിരുവനന്തപുരത്ത് സ്റ്റാച്ചുവിന്റെ അടുത്ത് പോയിരുന്നെങ്കിൽ സുമലതയെങ്കിലും കാണാറുണ്ട്. ആരാ സുമതിയോ? സുമതിയെ കിട്ടും, സുമലതയെ കിട്ടും. ഇങ്ങനെ പറയരുത് കേട്ടോ, ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോ സുമതി വരും. എന്നാ വരട്ടെ. അങ്ങനെ സുമതിയെ കാണാതെ നമ്മൾ തന്നെ കൃത്രിമമായിട്ടൊരു സുമതി അങ്ങോട്ട് ഇറക്കി വിട്ട്. ഓപ്പോസിറ്റ് വല്ല വണ്ടിയും വന്നിരുന്നെങ്കിൽ അമ്മമാർ പേടിച്ച് തൂറിയാനെ. എന്തൊക്കെയായാലും ഒറ്റയ്ക്കൊക്കെ ആ ഇരുട്ടത്തോടൊക്കെ പോയി കഴിയുമ്പോൾ വല്ലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പേടിക്കാൻ സാധ്യതയുള്ളതാണ്. എങ്കിലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.